നാട്ടിൽ നിന്ന് നിങ്ങൾ PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ CR സ്കോർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഹൗ ടു ഫൈൻഡ് CR സ്കോർ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ Canada.ca എന്നുള്ളൊരു വെബ് പേജിലേക്ക് പോകും. അവിടെ നമ്മൾ ചെക്ക് യുവർ സ്കോർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് CRS കാൽക്കുലേറ്റർ കിട്ടും. അവിടെ നമ്മുടെ മാറ്റൽ സ്റ്റാറ്റസ് അടിച്ചു കൊടുക്കുക, നമ്മുടെ ഡീറ്റെയിൽസ് പെർമനന്റ് റെസിഡന്റ് ആണോ അല്ല, പിന്നെ രണ്ടാമത്തെ 2 എന്നുള്ള ക്വസ്റ്റൻ ഉണ്ടോ, വിൽ യുവർ സ്പൗസ് ഓർ കോമൺ കം വിത്ത് യു, അത് നമ്മൾ എസ് അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമാണ് സ്പൗസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നോ അടിച്ചു കൊടുത്താൽ നമുക്ക് അവരെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ സ്കോർ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അടിച്ചു കൊടുക്കുക. അത് അവിടെ ECA എന്ന് പറഞ്ഞു കണ്ടോ, എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് ആണ്. നമ്മുടെ യോഗ്യത അല്ലെങ്കിൽ നമ്മൾ പഠിച്ച വിദ്യാഭ്യാസം അവര് എന്താ പറയാ ജെന്യുവിൻ ആണോ എന്ന് അറിയുന്ന ചെക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമ്മുടെ IELTS സ്കോർ, ഇത്രയും കാര്യമുണ്ട്. PT എക്സാം എഴുതാം. പിന്നെ നമ്മൾ ഫ്രഞ്ച് അറിയാമെങ്കിൽ അതിന്റെ ഭാഷ അങ്ങനെയാണ് അതിന്റെ ടെസ്റ്റ് സ്കോർ എന്നൊക്കെ ഉള്ളത് അടിച്ചു കൊടുക്കുക. മാക്സിമം സ്കോർ ഇപ്പോൾ തൽക്കാലം കിട്ടുമെന്ന് നിങ്ങൾ അടിച്ചു കൊടുത്ത് നോക്കുക, നിങ്ങൾക്ക് എത്രയാ മാർക്ക് വരുന്നതെന്ന് അറിയാനായിട്ട്. കാരണം അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ടെസ്റ്റ് നിങ്ങൾക്ക് അറിയോ, കണ്ടോ, ഫ്രഞ്ച് പഠിച്ചവർക്ക് അതിന് അഡീഷണൽ പോയിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതില്ല, നമുക്ക് അതൊന്നും സാധാരണക്കാരന് നമ്മുടെ അവിടെ നിന്ന് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ നോ കൊടുക്കുക. പിന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല, ചുരുങ്ങിയ 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസിന് മാർക്കുണ്ട്. 3 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പൊ നമ്മൾ അതിന്റെ എക്സ്പീരിയൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജോബ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എക്സ്ട്രാ മാർക്കൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ അടിച്ചു കൊടുക്കുക. നമ്മൾ ഏത് ഗ്രേഡിലാണ് ജോലിക്ക് വരുന്നത്, അത് നമുക്ക് നാട്ടിൽ നിന്നുള്ള ആൾക്ക് അതൊന്നും ബാധകമല്ല. അവിടെയൊക്കെ നോ ഇട്ട് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഒരു 9th ക്വസ്റ്റ്യൻ, പ്രൊവിൻസ് ഓർ ടെറിട്ടറി നോമിനേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അതൊരു വലിയ ഫാക്ടറാണ്. കാരണം ഞങ്ങൾ ഇവിടെ വന്നതിന്റെ പ്രധാന കാരണം ഇവിടെ എസ് കൊടുത്തതാണ്. അതായത് PNP പ്രോഗ്രാം എന്ന് പറയും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാൻ കേട്ടോ. കാരണം അതിന് 600 പോയിന്റ്സ് ആണ് ഈ കിട്ടുന്ന മാർക്കിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ആവുന്നത് കേട്ടോ. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടാനുള്ളത്. അതെങ്ങനെയാന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മുടെ സ്പൗസിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ, ആരെങ്കിലും നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും അങ്ങനെയുള്ള സ്പൗസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനൊക്കെ മാർക്കുണ്ട്. അതില്ലാത്തവർക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നുമില്ല. പിന്നെ സ്പൗസിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. സ്പൗസിന്റെ IELTS-ഉം സ്പൗസിന്റെ ക്വാളിഫിക്കേഷനും. അവരുടെ എക്സ്പീരിയൻസ് ഇവിടെ ഫാക്ടർ അല്ല. കനേഡിയൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൂട്ടും എന്നല്ലാതെ നാട്ടിലത്തെ എക്സ്പീരിയൻസ് സ്പൗസിന്റെ ഫാക്ടർ അല്ല ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പൊ അതൊക്കെ അടിച്ചു കൊടുക്കുക. അതുപോലെ സ്പൗസിന്റെ IELTS സ്കോർ മിനിമം മേടിക്കുക എന്നുള്ളതാണ്. പ്രൈമറി ആപ്ലിക്കന്റിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത് കേട്ടോ. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ CR സ്കോർ വരും. ഞാനൊരു ജസ്റ്റ് ഒരു ഊഹക്കണക്കിന് വെച്ച് കൊടുത്തപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം കിട്ടിയത് 446 ആണ് കേട്ടോ. ഇനി നമുക്ക് ലേറ്റസ്റ്റ് CR സ്കോർ അറിയാനായിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വരും കേട്ടോ. 2 ആഴ്ച കൂടുമ്പോഴാണ് അത് വരുന്നത്. ജൂലൈ 8 വന്ന CR സ്കോർ ആണിത്, 518. അതിന് മുകളിലുള്ളവർക്ക് ഇൻവിറ്റേഷൻ കിട്ടും. എന്താണ് ECA അല്ലെങ്കിൽ PNP പ്രോഗ്രാം എന്താന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ബൈ.